നമസ്കാരം. PSC ആസ്പിരൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. RRBയിലുള്ള 12,000-ഓളം ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. റീജിയണൽ റൂറൽ ബാങ്കിന്റെ ഗ്രൂപ്പ് എ ഓഫീസർ, അതായത് സ്കെയിൽ 1, സ്കെയിൽ 2, സ്കെയിൽ 3 അടക്കം ഓഫീസ് അസിസ്റ്റന്റ് മൾട്ടിപർപ്പസ് വേക്കൻസീസ് അടക്കം 12,000-ലധികം ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഇതിൽ 300-ഓളം ഒഴിവുകൾ നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. പരീക്ഷ നടത്തുന്നത് IBPS ആണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ ആണ്. എക്സാംസ് ഒക്കെ നടത്തുന്നത് 2 ഘട്ട പരീക്ഷയാണ്. ഓഗസ്റ്റിലായിരിക്കും ഇതിന്റെ ആദ്യഘട്ട പരീക്ഷ നടത്താൻ സാധ്യതയുള്ളത്. ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിൽ 6,817 വേക്കൻസിയും ഓഫീസർ തസ്തികയിൽ 5,994 വേക്കൻസിയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. വെബ്സൈറ്റ് www.ibps.in www.ibps.in എന്ന വെബ്സൈറ്റ് കയറിയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിന്റെ വിശദമായ നോട്ടിഫിക്കേഷൻസ് അവിടെ അവൈലബിൾ ആയിരിക്കും. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ജൂൺ 28, അതായത് ഈ മാസം 28. ഇനി 14 ദിവസം കൂടി ഉണ്ട്. എക്സാമിനേഷൻ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫീ 850 രൂപയാണ് ജനറൽ OBC കാൻഡിഡേറ്റ്സിന്. എന്നാൽ SC ST വിഭാഗക്കാർക്ക്, അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക്, അതുപോലെ വിമുക്ത ഭടന്മാർക്ക്, ഇവർക്കൊക്കെ 175 രൂപ മാത്രം ആപ്ലിക്കേഷൻ ഫീ അടച്ചാൽ മതി. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏജ് ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ജൂൺ 1, 2021 വെച്ചിട്ടാണ് ഏജ് കണക്കാക്കുന്നത്. ഇതിൽ സ്കെയിൽ 1 ഓഫീസർക്ക് 18 to 30 ആണ് ഏജ്. അതുപോലെ സ്കെയിൽ 2 ഓഫീസർ 21-32, സ്കെയിൽ 3 ഓഫീസർ 21-40 ആണ്. അതുപോലെ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് 18 മുതൽ 28 വരെയാണ്. എന്നാൽ ഈ ഏജിൽ റിലാക്സേഷൻ ലഭിക്കുന്ന കാറ്റഗറി SC STക്ക് 5 വർഷം റിലാക്സേഷൻ ഉണ്ട്. അതുപോലെ OBCക്ക് 3 വർഷം ഇളവ് ലഭിക്കും. ചലഞ്ചഡ് ആയിട്ടുള്ള അഥവാ ഭിന്നശേഷിക്കരായിട്ടുള്ള വിവിധ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് 10 വർഷം വരെ ഇളവ് ലഭിക്കുന്നതാണ്. കൂടാതെ വിമുക്ത ഭടന്മാർ, അതുപോലെ വിധവകൾ തുടങ്ങിയ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കൊക്കെ ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതാണ്. എക്സാമിനേഷൻ ഡേറ്റ് ഒഫീഷ്യലായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല. എനിവേ ഓഗസ്റ്റ് മാസത്തിലായിരിക്കും ഇതിന്റെ പ്രിലിം എക്സാം നടത്തുക. എക്സാം സെന്റർ പ്രിലിമിനറിക്ക് വേണ്ടി ആലപ്പുഴ, കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, ട്രിവാൻഡ്രം, തൃശ്ശൂർ എല്ലാ ജില്ലകളിലും അവൈലബിൾ ആണ്. മെയിൻ എക്സാമിന് അഥവാ 2ാം ഘട്ട പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കോഴിക്കോട്, ട്രിവാൻഡ്രം, കൊച്ചി ഈ 3 സ്ഥലത്തായിരിക്കും മെയിൻ എക്സാം സെന്റർ ഉണ്ടാവുക. ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ ഡിഗ്രി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ഇവിടെ ഓഫീസ് അസിസ്റ്റന്റ് അഥവാ മൾട്ടിപർപ്പസ് ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് ആവശ്യപ്പെടുന്നത്. കൂടാതെ അതാത് സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ഭാഷ അറിഞ്ഞിരിക്കണം. നമ്മൾ കേരളത്തിൽ അപ്ലൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ മലയാള ഭാഷയിൽ എഴുതാനും സംസാരിക്കാനും വായിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. കൂടാതെ കമ്പ്യൂട്ടർ അറിവ് അഭിലഷണീയ യോഗ്യതയാണ്. ഡിസൈറബിൾ ആയിട്ട് കമ്പ്യൂട്ടർ നോളേജ് ഉണ്ടായിരിക്കണം. അതുപോലെ ഓഫീസർ സ്കെയിൽ 1 തസ്തിക, അത് അസിസ്റ്റന്റ് മാനേജർ തസ്തികയ്ക്ക് ഈക്വലന്റ് ആണ്. അതിലും ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ് ആവശ്യപ്പെടുന്നത്. പ്രാദേശിക ഭാഷയിലുള്ള പരിജ്ഞാനവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും നിർബന്ധമായിട്ടും വേണം. കൂടാതെ അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി, അനിമൽ ഹസ്ബൻഡറി, വെറ്റിനറി സയൻസ്, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ഫിസിക്കൾച്ചർ, അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ആൻഡ് കോർപ്പറേഷൻ, IT, മാനേജ്മെന്റ്, നിയമം, എക്കണോമിക്സ്, അക്കൗണ്ടൻസി എന്നിവയിൽ ബിരുദമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. ഇതൊക്കെ റെയർ ആയുള്ള സബ്ജക്ട്സ് ആണ്. ഇതിൽ നമ്മൾ കൂടുതലായിട്ട് കേട്ടത് മാനേജ്മെന്റ്, IT, നിയമം, എക്കണോമിക്സ്, അക്കൗണ്ടൻസി ഇതൊക്കെ കോമൺ ആയിട്ട് കേൾക്കാറുണ്ട്. ബാക്കിയുള്ളതൊക്കെ റെയർ ആയുള്ള ബിരുദങ്ങളാണ്. അപ്പോൾ ആ ബിരുദം നേടിയ ആളുകൾക്ക് നിയമനത്തിൽ മുൻഗണന ലഭിക്കുന്നതാണ്. ഓഫീസർ സ്കെയിൽ 2 തസ്തിക, അത് ജനറൽ ബാങ്കിങ് ഓഫീസർ എന്നാണ് തസ്തികയുടെ പേര്. മാനേജറുടെ പോസ്റ്റിന് ഈക്വലന്റ് ആണ്. അവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് 50% മാർക്കിൽ കുറയാതെയുള്ള ബിരുദം വേണം. കൂടാതെ ബാങ്കിങ്, ഫിനാൻസ്, മാർക്കറ്റിംഗ്, അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫോറസ്ട്രി, അനിമൽ ഹസ്ബൻഡറി, വെറ്റിനറി സയൻസ്, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ഫിസിക്കൾച്ചർ, അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ആൻഡ് കോർപ്പറേഷൻ, അതുപോലെ IT, മാനേജ്മെന്റ്, നിയമം, എക്കണോമിക്സ്, അക്കൗണ്ടൻസി എന്നിവയിൽ ബിരുദമുള്ളവർക്ക് ഇവിടെയും മുൻഗണന ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. കൂടാതെ ബാങ്ക്, ധനകാര്യ സ്ഥാപനത്തിൽ ഓഫീസറായി ജോലി ചെയ്ത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. ഇപ്പൊ ബാങ്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ധനകാര്യ സ്ഥാപനത്തിൽ പ്രൈവറ്റ് ആണെങ്കിലും 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് ഓഫീസർ സ്കെയിൽ 2 തസ്തികയിലേക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓഫീസർ സ്കെയിൽ 1 തസ്തികയിൽ അവിടെ എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. അപ്പൊ ഫ്രഷ് ആയിട്ടുള്ള ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്കും അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്കും ഫ്രഷ് ആയിട്ടുള്ള ഡിഗ്രി കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും.
ഇനി ഓഫീസർ സ്കെയിൽ 3 തസ്തികയാണ്. അവിടെ 50% മാർക്കിൽ കുറയാതെയുള്ള ബിരുദാണ്. പക്ഷേ ഈ പോസ്റ്റിന്റെ പേര് സ്പെഷ്യലിസ്റ്റ് ഓഫീസറാണ്. മാനേജറിന് ഈക്വലന്റ് ആയുള്ള സ്പെഷ്യലിസ്റ്റ് ഓഫീസറാണ്. അത് IT സെക്ടറിലാണെങ്കിൽ അവിടെ ഇലക്ട്രോണിക്സ്, കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, IT എന്നിവയിലുള്ള ബിരുദാണ് ആവശ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ മിനിമം 1 വർഷത്തെ പ്രവൃത്തി പരിചയം അവിടെ അത്യാവശ്യമാണ്. ഇനി ചാർട്ടേഡ് അക്കൗണ്ടന്റ് കാറ്റഗറിയിലാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള സർട്ടിഫൈഡ് അസോസിയേറ്റ്ഷിപ്പ് നേടിയിരിക്കണം. കൂടാതെ 1 വർഷത്തെ പ്രവൃത്തി പരിചയവും വേണം. ലോ ഓഫീസർ കാറ്റഗറിയിലാണെങ്കിൽ 50% മാർക്കിൽ കുറയാതെയുള്ള നിയമ ബിരുദം വേണം. കൂടാതെ 2 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. ട്രഷറി മാനേജർ വേക്കൻസിയിലാണെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ MBA ഫിനാൻസ് കഴിഞ്ഞ വ്യക്തിയായിരിക്കണം. 1 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. മാർക്കറ്റിംഗ് ഓഫീസർ ആണെങ്കിൽ MBA മാർക്കറ്റിംഗ് സ്പെഷ്യലൈസേഷനോട് കൂടി കഴിഞ്ഞിരിക്കണം. കൂടാതെ 1 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധ യോഗ്യതയാണ്. അഗ്രികൾച്ചർ ഓഫീസർ കാറ്റഗറിയിലേക്ക് 50% മാർക്കിൽ കുറയാതെ അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഡയറി, ആനിമൽ ഹസ്ബൻഡറി, ഫോറസ്ട്രി, വെറ്റിനറി സയൻസ്, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, പിസിക്കൾച്ചർ എന്നിവയിൽ ബിരുദം നേടണം. കൂടാതെ 2 വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധ യോഗ്യതയായിട്ട് പറയുന്നുണ്ട്. ഇനി ഓഫീസർ സ്കെയിൽ 3 സീനിയർ മാനേജർ തസ്തികയിലും 50% മാർക്കിൽ കുറയാതെയുള്ള ബിരുദമാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളിൽ ബിരുദം നേടിയ ആളുകൾക്ക് മുൻഗണന കൊടുക്കും. പക്ഷെ അവിടെ 5 വർഷത്തെ പരിചയം നിർബന്ധമായിട്ടും വേണം. ഇതിനൊക്കെ 2 ഘട്ടങ്ങളിലുള്ള പരീക്ഷയാണ് തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത്. കൂടാതെ ഓഫീസർ തസ്തികയിലേക്ക് അഭിമുഖം ഉണ്ടാവും. അപ്പോൾ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ഏത് ഡിഗ്രി കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാം. എക്സ്പീരിയൻസ് വേണ്ട ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിൽ. അതുപോലെ ഓഫീസർ സ്കെയിൽ 1 തസ്തിക അഥവാ അസിസ്റ്റന്റ് മാനേജർ പോസ്റ്റിലേക്കും ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം. അവിടെയും എക്സ്പീരിയൻസ് ആവശ്യമില്ല. ബാക്കി എല്ലാ പോസ്റ്റിനും എന്ത് വേണം? എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ ഓൺലൈൻ എക്സാമിനേഷനിൽ ഓഫീസ് അസിസ്റ്റന്റ് എക്സാമിനേഷനിൽ റീസണിങ്ങും ന്യൂമറിക്കൽ എബിലിറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് 80 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 45 മിനിറ്റിലാണ് അത് ആൻസർ ചെയ്യേണ്ടത്. അതുപോലെ ഓഫീസർ സ്കെയിൽ 1 തസ്തികയിലും റീസണിങ്ങും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ചേർന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. അവിടെ 80 ക്വസ്റ്റ്യൻസ് ആണ്, 80 മാർക്കാണ്. അതിന് 45 മിനിറ്റ് മാത്രമേ ലഭിക്കുള്ളൂ. അപ്പോൾ ഇതിൽ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ആളാണ് നിങ്ങൾ, വേറെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്കും അതുപോലെ ഓഫീസർ സ്കെയിൽ 1 തസ്തികയിലേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ അവസരം ഒരിക്കലും കളയരുത്. കാരണം ഇത്രയും ബൾക്കായിട്ടുള്ള ഒരു പോസ്റ്റിംഗ് ഇന്ത്യയിൽ നടക്കുക എന്ന് പറയുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച്. അതിലേറെ പ്രധാനം എന്ന് പറയുന്നത് 300ഓളം ഒഴിവുകൾ കേരളത്തിൽ ഇപ്പോൾ ഉണ്ട്. ഇപ്പം ഇനിയും ചിലപ്പം കൂടാം. 300 ഒഴിവുകൾ കേരളത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കണം. നമ്മൾ ഒരു പരീക്ഷ PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന് ഒരു 3-4 കൊല്ലം കാത്തു നിന്നാൽ ചിലപ്പോൾ ഒരു LDC പോസ്റ്റിൽ ഒരു ജില്ലയിൽ ആകെ നടക്കുന്ന നിയമനം എന്ന് പറയുന്നത് ഇപ്പോൾ 300 താഴെയായിരിക്കും ഓരോ വർഷവും. അങ്ങനെ പല തസ്തികയിലും വളരെ കുറഞ്ഞ പോസ്റ്റിംഗ് നടക്കുന്ന കുറേ വേക്കൻസീസ് അല്ലെ തസ്തികകൾ പോസ്റ്റിംഗ് നമ്മുടെ കേരളത്തിൽ PSCയുടെ കീഴിലുണ്ട്. പക്ഷെ ഇത് നോക്കുമ്പോൾ ഒറ്റയടിക്ക് ബൾക്കായിട്ട് 300ഓളം ആളുകൾക്ക് ജോലി ലഭിക്കുന്നതാണ്. അപ്പം ഡിഗ്രി കഴിഞ്ഞ് എല്ലാവരും അപ്ലൈ ചെയ്യാം. ഇതിൽ 850 രൂപയാണ് ഫീസ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതാൻ പറ്റും എന്നുള്ള ആളുകൾ നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്യുക. ഇനി അതല്ല പ്രിപ്പറേഷന് പോകാൻ പറ്റും എന്നുള്ള ആളുകൾ നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കോച്ചിങ് സ്ഥാപനത്തിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കോച്ചിങ്ങിന് പോയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ജോലി നേടിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം എല്ലാവരും അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് ജൂൺ 28 അപ്പം ഓൾ ദി ബെസ്റ്റ്.